ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. വീട്ടിലുള്ളത് 10 മണിയായി ഗൈസ്. ഞാൻ ഇപ്പോഴാണ് ബെഡിൽ നിന്ന് എണീറ്റത്. ബോധം വന്നിട്ട് കുറച്ച് നേരമായി, പക്ഷേ ഇപ്പോഴാണ് ബെഡിൽ നിന്ന് എണീറ്റത്. അപ്പോൾ നമുക്കിനി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇവിടെ ആരില്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വീട് പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പുറത്തെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ്, അമ്മേൻ്റെ വീട്. അവിടെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ പുട്ടും ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും കറിയും മീൻ മുളകിട്ടതുമാണ് ഗൈസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കപ്പയുണ്ട്, അത് ഞാൻ പിന്നെ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചായയും കൂടെ കൊണ്ടു തന്ന ഗൈസ് അമ്മമ്മ. ഇതാണ് ഗൈസ് നമ്മളെ വീട്ടിലെ പൂച്ച. ഇതിന് വേണ്ടി മാമൻ മീൻ വാങ്ങാൻ പോകുമ്പോൾ ചിക്കൻ വാങ്ങാൻ പോകുമ്പോൾ ഒക്കെ മീനും ചിക്കനൊക്കെ കൊണ്ടുവരും. ഇപ്പം കൂടെ ഒരു കുട്ടിയുണ്ട്. എത്ര കുട്ടികളുണ്ടായാലും അതൊന്നും ബാക്കിയാവാറില്ല. ഇതിന് തിരിച്ചു വന്നത്. ഇനി നമുക്ക് റൂമിൻ്റെ കോലം എന്താണെന്ന് ഒന്ന് നോക്കണം ഗൈസ്. കുറേ നാളായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് റൂമിൻ്റെ അവസ്ഥയൊക്കെ ഭീകരമായിരിക്കും. അപ്പം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ചെയറിൽ കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട്, മിറർ ഏരിയയിൽ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അമ്മേൻ്റെ മെഷീൻ എൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ചെയറും ഈ മിറർ ഏരിയയും ഒന്ന് ക്ലീൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് എങ്ങനെയാണ് ഗൈസ് റൂം ക്ലീൻ ആക്കുക? അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ടി വിയിൽ പാട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പാട്ട് സെറ്റായി ഗൈസ്. ഇനി പണിയിലേക്ക് കിടക്കാം ഗൈസ്. ഇത് കണ്ടോ, ഇത് സിക്കിമിൽ നിന്ന് വാങ്ങിയ മാലയാണ് ഗൈസ്. എന്തിനാ വാങ്ങിയതെന്ന് അറിയില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു അവസരത്തിൽ ഇടാം ഗൈസ്. ശിവൻ കുഞ്ഞായപ്പോൾ വാങ്ങിക്കൊടുത്ത ക്യാമറയാണ് ഗൈസ് ഇത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, പഴയതായി ഗൈസ്. ആമി വന്ന് ഗൈസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമി ഇതെന്നാ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിന് ഞാൻ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഷമാമും ഫ്രീസറിൽ നിന്ന് പാലും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കൊരു ഷെയ്ക്ക് അടിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. എല്ലാവരും വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഷെയ്ക്ക്. എല്ലാവരും പറഞ്ഞത് ശരിയായിരുന്നു, 5 പൈസക്ക് കൊള്ളൂല. ആ ഫ്രൂട്ടിന് പ്രത്യേകിച്ചൊരു വികാരമൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും അടിച്ച സ്ഥിതിക്ക് നമ്മൾ കുടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ടേസ്റ്റും ഇല്ലാത്തതിൻ്റെ ഷെയ്ക്കാണ് ഈ കൊച്ചു ആസ്വദിച്ച് കുടിക്കുന്നത് ഗൈസ്. ഷെയ്ക്ക് 5 പൈസക്ക് ഉള്ളിലായിരുന്നു. പിന്നെ എനിക്ക് റൂം അടിച്ചു വരാൻ തുറക്കാനൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ മാമനപ്പുറത്ത് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് അടുക്കളയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. ഞാൻ ഒക്കെ കഴുകിയൊക്കെ വെച്ച് കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഫുഡ് ഉണ്ടാക്കണം. ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ പോകാം ഗൈസ്. എല്ലാവരും കൂടെ പണിയെടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ബീങ് അറ്റ് ഹോം ഇസ് സ്പെൻഡിങ് ടൈം ടുഗദർ. ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി ഉണ്ടാക്കുകയാണ്. മാമൻ അവിടുന്ന് ചിക്കൻ കഴുകുന്നുണ്ട്. നമുക്ക് ചിക്കൻ എന്തായി നോക്കാം ഗൈസ്. ചിക്കൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം. ഒരു ദിവസം മൊത്തം ഈ വീഡിയോ ഒതുങ്ങാത്തതുകൊണ്ട് ഞാൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാം ഗൈസ്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്.